എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാനുള്ള തീരുമാനത്തിൽ അമ്മ സംഘടനയിൽ ഭിന്നത. അംഗങ്ങളുടെ കൂട്ടരാജി തീരുമാനത്തെ ടൊവിനോ തോമസ്, അനന്യ, വിനു മോഹൻ, സരയു എന്നിവർ എതിർത്തു. ഒന്നോ രണ്ടോ പേരുടെ തെറ്റിനെ തുടർന്ന് കൂട്ടരാജി വേണ്ടെന്ന് ഇവർ നിലപാടെടുത്തു. യോഗത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നുവെന്നും ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങിയെന്നും അനന്യയും വിനു മോഹനും 24 പറഞ്ഞു. പ്രതികരണങ്ങൾ കേൾക്കാം. രാജിവെച്ചിട്ടില്ല എന്നുള്ളത് ഓൾറെഡി കമ്മിറ്റി ഡിസോൾവ് ആയ ഒരു കാര്യമാണ്. അതിൽ ഇനിയിപ്പോ സ്പെസിഫിക്കലി ഞങ്ങൾ രാജിവെക്കാത്തതിനും വച്ചതിനും അടിസ്ഥാനം ഇല്ലല്ലോ. ഞങ്ങള് ധാർമ്മികമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കമ്മിറ്റി ഡിസോൾവ് ചെയ്തത്. പ്രസിഡന്റ് അതൊരു തീരുമാനമെടുത്തു. അതിനോട് ആദ്യം ഒരു വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്താണോ അവര് പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ്. ഭൂരിപക്ഷം ഇങ്ങനെ ഡിസോൾവ് ചെയ്യാം എന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അതില് നിരാശയൊന്നും പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒരു രാജി എന്ന് പറയുന്ന എല്ലാവരും ഒരുമിച്ച് മാറി നിന്ന് നമ്മൾ ജനറൽ ബോഡിയെ ഫേസ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്റെ കൺസേൺ ഞാൻ രേഖപ്പെടുത്തിയത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ അമ്മ അസോസിയേഷൻ എന്ന് പറയുന്നത് 506 പേരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ ഒരുപാട് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സംഘടനയിലുണ്ട്. അപ്പം ഇവർക്ക് കൈനീട്ടം പോലെ മെഡിക്കൽ സഹായങ്ങൾ പോലെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ്. ഇത് അവർക്ക് കിട്ടാതിരിക്കുമോ എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു ഞാൻ രേഖപ്പെടുത്തിയിരുന്നത്. ആ കൺസേൺ നമ്മളൊരു ഓൺലൈൻ മീറ്റിംഗ് എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു, ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു. ഈ മീറ്റിംഗിൽ നമ്മളത് സംസാരിക്കുകയും അല്ലാതെയും ഫോണിലൂടെ നമ്മളുടെ ഓഫീസ് വേഴ്സ് ആയിട്ടുള്ളവരോടൊക്കെ നമ്മളിത് സംസാരിക്കുകയും ചെയ്തു. അതിൽ എനിക്കൊരു ഉത്തരം കിട്ടിയപ്പോഴാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇന്നലെ തന്നെ ഇതിൽ ഭിന്ന സ്വരങ്ങൾ ഉയർന്നിരുന്നു. എന്തിനാണ് പൂർണ്ണമായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒഴിഞ്ഞത് എന്ന ചോദ്യമുണ്ടായിരുന്നു. മോഹൻലാൽ ഒഴിഞ്ഞത് എന്തിന് എന്ന ചോദ്യമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതിൽ ഈ മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ പരസ്യ നിലപാടുമായി രംഗത്തെത്തുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് എന്താണ്? പൂർണ്ണമായ ഒരു പിരിച്ചുവിടൽ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണോ അവരുടെ നിലപാട്? അനുജ, ടൊവിനോ തോമസ്, ഒപ്പം സരയു, അനന്യ, വിനു മോഹൻ, ഈ 4 പേരാണ് അമ്മയിലെ കൂട്ടരാജി ഇന്നലെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ എതിർത്തത്. അവർ പറയുന്ന ചില കാരണങ്ങളുണ്ട്. അതിപ്പോൾ വിനു മോഹൻ സൂചിപ്പിച്ചതുപോലെ അമ്മ ഇതുവരെ നൽകി വന്നിരുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. അവരുടെ അംഗങ്ങൾക്ക് 506 അംഗങ്ങളിൽ പലർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒപ്പം വിഷുവിന് കൈനീട്ടമടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ, ഇങ്ങനെയുള്ളവരുടെ പദ്ധതികൾ അത് പൂർണ്ണമായി മുടങ്ങി അംഗങ്ങൾ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്നൊരു ആശങ്കയാണ് ഈ ഭൂരിപക്ഷം, ഈ 4 പേരിൽ പലരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. അതിനു പുറമെ ഈ വനിതാ അംഗങ്ങൾ പറഞ്ഞത് ഒന്നോ രണ്ടോ പേർ ചെയ്ത തെറ്റിന് ഈ കൂട്ടരാജി എന്നുള്ളൊരു പരിഹാരമാണോ, അതുകൊണ്ട് അമ്മയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. ആദ്യഘട്ടത്തിൽ മീറ്റിംഗിന്റെ തുടക്കത്തിൽ ഇവർ ഇങ്ങനെ ഈ ഒരു തീരുമാനം മോഹൻലാൽ അറിയിച്ചതിന് പിന്നാലെ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടത്തിയെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ള മോഹൻലാലിന്റെ ഉറപ്പിന്റെ പുറത്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഇവർ നീങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്.